തിരുവനന്തപുരത്ത് കാറിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന ശബരിമല തീർത്ഥാടകന്റെ സ്വർണ്ണമാല കവർന്നു. കർണാടക സ്വദേശിയായ പരശുറാമിന്റെ 7 പവനുള്ള മാലയാണ് മോഷണം പോയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാനെത്തിയതാണ് കർണാടക സ്വദേശിയായ പരശുരാമും സുഹൃത്തുക്കളും. തിരുവനന്തപുരത്തെ വാക്സ് മ്യൂസിയത്തിന്റെ മുൻപിലുള്ള പാർക്കിംഗ് ഏരിയയാണ് സ്ഥലം. 17-ാം തീയതി പുലർച്ചെ 4:30-യോടെയാണ് സംഭവം. കാറിന്റെ ഡോർ തുറന്നിട്ട് അതിൽ കിടന്നുറങ്ങുകയായിരുന്നു 4-അംഗ തീർത്ഥാടക സംഘം. പരശുറാമിന്റെ കയ്യിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഉറങ്ങുമ്പോൾ പരശുറാം സ്വർണ്ണമോതിരം ധരിച്ച കൈ കാറിന് പുറത്തേക്ക് വച്ചിരുന്നു. ഇത് കണ്ടിട്ടാകാം മോഷ്ടാവ് കാറിനടുത്തേക്ക് എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. ചുറ്റുപാടും ആളുകളും വാഹനങ്ങളും വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും കൂസാതെയാണ് 7 പവന്റെ മാല മോഷ്ടാവ് കവർന്നെടുത്തത്. കാറിന്റെ മുൻവശത്തെ സീറ്റിലാണ് പരശുരാം ഉറങ്ങിക്കിടന്നത്. പിൻഭാഗത്തെ ഡോർ വഴിയാണ് മാല പൊട്ടിച്ചെടുത്തത്. മാല കൈക്കലാക്കിയ ഉടൻ മോഷ്ടാവ് തടി തപ്പി. പരശുരാമും സംഘവും മോഷ്ടാവിനെ കണ്ടെത്താൻ നെട്ടോട്ടം ഓടിയെങ്കിലും ആളെ കിട്ടിയില്ല. തുടർന്നാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഫോർട്ട് പോലീസ് പരമാവധി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഇതിനൊടുവിലാണ് മോഷ്ടാവ് പോയ വഴി പോലീസിന് മനസ്സിലാക്കാനായത്. ചുവന്ന ഷർട്ട് ധരിച്ചിരുന്ന മോഷ്ടാവ് ബൈക്കിലാണ് കടന്നുകളഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവുമെല്ലാം നന്നായി അറിയാവുന്ന ആളാണ് മോഷണം നടത്തിയിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ്. മോഷ്ടാവ് ഉടൻ പിടിയിലാകുമെന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.